All are fine? Yes. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കന്മാരായിട്ടിരിക്കുകയാണ്. ടീച്ചർ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് പേപ്പർ ആണ് കഴിഞ്ഞ വീക്കിലെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പഠിച്ചു എന്നൊക്കെ ഗൂഗിൾ മീറ്റിൽ വന്നപ്പോൾ പറഞ്ഞായിരുന്നു. വളരെ സന്തോഷം. അപ്പോൾ ടീച്ചർ ഇപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്യും. നിങ്ങൾ 1 അവറിനകത്ത് ആൻസർ നന്നായിട്ട് ആൻസർ എഴുതി ടീച്ചറിന്റെ പേഴ്സണൽ നമ്പറിലോട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മൾ മാത്സിന്റെ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പഠിച്ചു. അത് ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? അപ്പോൾ ടേബിൾ ഒക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. 10 വരെയുള്ള ടേബിൾ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ടീച്ചർ ഗൂഗിൾ മീറ്റിൽ വന്നപ്പോൾ ചോദിച്ചു, എല്ലാവരും ആൻസർ ചെയ്തു. നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം ടീച്ചറിന്. ദെൻ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മുതലുള്ള ടേബിൾസ് ആണ്. 11, 12, 13, 11, 12, 13ന്റെ പട്ടികയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ടീച്ചർ ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാണ്. നമ്മൾ മാത്സ് സബ്ട്രാക്ഷന്റെ ആ ലെസൺ ഫുള്ള് നന്നായിട്ട് പഠിച്ചതിൽ ഒരുപാട് സമയം എടുത്താണ് നമ്മൾ ആ സബ്ട്രാക്ഷൻ പഠിച്ചത്. അപ്പൊ അതിന്റെ ടെസ്റ്റ് പേപ്പർ ടീച്ചർ വെക്കുന്നുണ്ട്. ഈ വരുന്ന തേഴ്സ്ഡേ ആണ്. നോക്കിയേ, 28-നാണ് തേഴ്സ്ഡേ, കമ്മിങ് തേഴ്സ്ഡേ ആണ് സബ്ട്രാക്ഷന്റെ ടെസ്റ്റ് പേപ്പർ. അന്ന് മോർണിംഗിലായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, okay, all of you look at the blackboard. Listen here, listen here. Okay, first 11th table ആണല്ലേ? 11th table നോക്കിയേ. 11 into 1 is equal to 11. 11 into 2 is equal to 22. 11 into 3 is equal to 33. 11 into 4 is equal to 44. 11 into 5, 55. 11 into 6 is equal to 66. 11 into 7 is equal to 77. 11 into 8 is equal to 88. 11 into 9 is equal to 99. 11 into 10 is equal to 110. 110. Next 12ന്റെ ആണ് അല്ലേ? 12ന്റെ ടേബിൾ നോക്കിയെന്ന് ടീച്ചർ റീഡ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, ബോർഡിൽ തന്നെ. 12 into 1 is equal to 12. 12 into 2 is equal to 24. 12 into 3 is equal to 36. 12 into 4 is equal to 48. 12 into 5 is equal to 60. 60. 12 into 6 is equal to 72. 12 into 7 is equal to 84. 12 into 8, 96. 12 into 8, 6. 12 into 8 is equal to 96. 12 into 9 is equal to 108. 108. 108. 108. 12 into 10 is equal to 120. 120. 120. Okay, അപ്പോൾ 12ന്റെ ടേബിൾ കഴിഞ്ഞു. ഇനി 30. 1, 3, 30. നോക്കി എല്ലാവരും. 30 into 1 is equal to 30. 1, 3, 30. 30 into 2 is equal to 26. 13 into 3 is equal to 39. 13 into 4 is equal to 52. 13 into 5 is equal to 65. 13 into 6 is equal to 78. 13 into 7 is equal to 91. 13 into 8 is equal to 104. 104. 104. 104. 13 into 9 is equal to 117. 117. 117. 13 into 10 is equal to 130. 130. 13 into 10 is equal to 130. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഏതൊക്കെ ടേബിൾ ആണ്? 11ന്റെ ടേബിൾ, 12, 13. 11ന്റെ ടേബിൾ പഠിച്ചു,
12ന്റെ പഠിച്ചു, 13ന്റെ ടേബിൾ വരെയാണ് പഠിച്ചത്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് പേപ്പർ ആണ് തേഴ്സ്ഡേ 28ന് സബ്ട്രാക്ഷന്റെ ഫുൾ ചാപ്റ്റർ ടെസ്റ്റ് പേപ്പർ ആണ്. Okay, all of you take your notebooks, multiplication tables. ടീച്ചർ ഇപ്പോൾ 11, 12, 13ന്റെ ടേബിൾ വരെ പറഞ്ഞു തന്നായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് നോട്ടിൽ എഴുതണം. ഓക്കെ, ഫസ്റ്റ് 11ന്റെ ടേബിളാണ്. 11 into 1 11, 11 into 2 22, 11 into 3 33, 11 into 4 44, 11 into 5 is equal to 55, 11 into 6 66, 11 into 7 77, 11 into 8 88, 11 into 9 99, 11 into 10 is equal to 110. Next 12 into 1 12, 12 into 2 is equal to 24, 12 into 3 is equal to 36, 12 into 4 is equal to 48, 12 into 5 16, 60 16, 12 into 6 72, 12 into 7 84, 12 into 8 96, 12 into 9 108, 12 into 10 121 to 0 120. Next 13ന്റെ ടേബിൾ ആണ് അല്ലേ? 13 into 1 30, 13 into 2 26, 13 into 3 39, 13 into 4 52, 13 into 5 is equal to 65, 13 into 6 is equal to 78, 13 into 7 is equal to 91, 13 into 8 is equal to 104, 13 into 9 is equal to 117, 13 into 10 is equal to 130. അപ്പോൾ നമ്മൾ പഠിച്ചത് 11ന്റെയും 12ന്റെയും 13ന്റെയും ടേബിൾസ് ആണ്. നന്നായിട്ട് എല്ലാവരും പഠിച്ച് നോട്ടിൽ എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ, ടെസ്റ്റ് പേപ്പർ 28th തേഴ്സ്ഡേ ആണ്, കമ്മിങ് തേഴ്സ്ഡേ. സബ്ട്രാക്ഷൻ ഫുൾ ലെസൺ ടെസ്റ്റ് പേപ്പർ ആണ്. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഹൗ ആർ യു ഓൾ? ഫൈൻ. Did you have your breakfast? Yes. Are you ready for the class? Okay. Today we are going to learn GK. Last class we learned a lesson, countries, capitals and currencies. Last class നമ്മൾ പഠിച്ച ലെസൺ ഏതായിരുന്നു? Countries, capitals and currencies. അതിലെന്താ കുറച്ച് രാജ്യങ്ങളുടെ പേര് പഠിച്ചു, തലസ്ഥാനങ്ങളുടെ പേര് പഠിച്ചു, പിന്നെന്താ കറൻസിയുടെ പേരും പഠിച്ചു. അന്ന് കുറച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് കുറച്ച് രാജ്യങ്ങൾ കൂടെ നമ്മൾ പഠിക്കുകയാണ്. എന്ത് പഠിക്കും? രാജ്യങ്ങൾ പഠിക്കും, തലസ്ഥാനം പഠിക്കും, അതുപോലെ കറൻസിയും പഠിക്കും. ഓക്കെ, ഹാർഡ് വേർഡ്സ് ഉണ്ട്. ഹാർഡ് വേർഡ്സ് നോക്കിയതിന് ശേഷം ടെക്സ്റ്റിലേക്ക് പോകാം. ലെസൺ 5, കൺട്രീസ്, ക്യാപിറ്റൽസ് ആൻഡ് കറൻസീസ്. കെയ്റോ, CAIRO, കെയ്റോ. ലണ്ടൻ, LONDON. മോസ്കോ, MOSCOW. ടോക്കിയോ, TOKYO. കാബൂൾ, KABUL, കാബൂൾ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. ലെസൺ 5, കൺട്രീസ്, ക്യാപിറ്റൽസ്, കറൻസീസ്. ഈ ലെസണിൽ നമ്മൾ എന്താണ് കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ പഠിക്കും, ക്യാപിറ്റൽസ് തലസ്ഥാനം പഠിക്കും, അതുപോലെ കറൻസീസും പഠിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് രാജ്യങ്ങളും അതിൻ്റെ ക്യാപിറ്റലും അതുപോലെ കറൻസിയും പഠിച്ചു. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ നോക്കാം. നോക്കിയതിന് ശേഷം അടുത്ത രാജ്യത്തിലേക്ക് പോകാം. ഓസ്ട്രേലിയ, capital is Canberra, currency is Australian dollar. Canada, Ottawa, Canadian dollar. Egypt, Cairo, Egyptian pound. Malaysia, Kuala Lumpur, ringgit. Mexico, Mexico City, Mexican peso. Japan, Tokyo, yen. The USA, Washington DC dollar. England, ലണ്ടൻ പൗണ്ട് സ്റ്റെർലിംഗ്. നമ്മൾ ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി കുറച്ച് രാജ്യങ്ങൾ കൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. രാജ്യങ്ങൾ പഠിക്കും, ക്യാപിറ്റൽസ് പഠിക്കും, കറൻസി പഠിക്കും. നെക്സ്റ്റ് ഈസ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ ക്യാപിറ്റൽ ഈസ് കാബൂൾ. അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപിറ്റൽ ഏതാണ്? കാബൂൾ.
Currency is Afghani. Currency is Afghani. Okay. Next is Myanmar. അടുത്തൊരു സ്ഥലമാണ് നമ്മൾ പഠിക്കുന്ന സ്ഥലമാണ് മ്യാൻമർ. മ്യാൻമറിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? നീപ്പിഡോ. വാട്ട് ഈസ് ദ കറൻസി ഓഫ് മ്യാൻമർ? ക്യാറ്റ്. നെക്സ്റ്റ് Algeria. Next country is Algeria. Algiers. Capital is Algiers. Currency is Algerian dinar. Next Bangladesh. Capital is Dhaka. Currency is Taka. Russia. Capital is Moscow. Currency is Russian ruble. 14. Switzerland. Capital is Bern. Currency is Swiss franc. China. Beijing renminbi. Okay, repeat. England. ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ലണ്ടൻ. ഇംഗ്ലണ്ടിൻ്റെ കറൻസി ഏതാണ്? പൗണ്ട് സ്റ്റെർലിംഗ്. അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപിറ്റൽ കാബൂൾ. കറൻസി അഫ്ഗാനി. മ്യാൻമറിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? നീപ്പിഡോ. കറൻസി ഈസ് ക്യാറ്റ്. Algeria. Capital is Algiers. Algerian dinar. The currency is Algerian dinar. Bangladesh. Capital is Dhaka. Currency is Taka. Russia. Capital is Moscow. Currency is Russian ruble. Next is Switzerland. Currency is Bern. Capital is Bern. Currency is Swiss franc. China. Capital is Beijing. Currency is renminbi. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഇത് നന്നായിട്ട് വായിച്ചു പഠിക്കണം. നോട്ട്സ് അടുത്ത ക്ലാസ്സിലാണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ. ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഒരു ചാപ്റ്റർ ലെസൺ പഠിച്ചു. അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നോട്ടിൽ എഴുതി നന്നായി എല്ലാവരും നോട്ടൊക്കെ ചെയ്തു. ദെൻ ടീച്ചർ ഇന്ന് സെക്കൻഡ് ടേം ടെക്സ്റ്റിലെ ഫസ്റ്റ് ലെസൺ ആണ് എടുക്കുന്നത്. സെക്കൻഡ് ടേം ടെക്സ്റ്റിന്റെ ഫസ്റ്റ് ലെസൺ ഗ്ലോബ് ആൻഡ് മാപ്സ്. അപ്പൊ ഗ്ലോബ് എന്താണ്, മാപ്പ് എന്താണെന്നൊക്കെ ചിലർക്ക് അറിയായിരിക്കും. അപ്പൊ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമ്മൾ ഈ ലെസണിലൂടെ നോക്കുന്നത്. അപ്പൊ എന്താണ് ഗ്ലോബ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗ്ലോബ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്? അപ്പൊ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് മോഡലൊക്കെ കാണിച്ചു തരാം. അപ്പം ഇന്ന് ഞാൻ ടെക്സ്റ്റ് റീഡ് ചെയ്ത് ടീച്ചർ നന്നായിട്ട് ഗ്ലോബ് എന്താണ്, മാപ്പ് എന്താണെന്നൊക്കെ പറഞ്ഞു തരും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാണ്, നമ്മുടെ ലെസൺസ് കുറെ കഴിഞ്ഞു അല്ലേ സോഷ്യൽ സയൻസിന്റെ. അപ്പോൾ ഒരു ടെസ്റ്റ് പേപ്പർ ഒക്കെ ആവശ്യമാണ്. നിങ്ങൾ എന്താണ് പഠിക്കുന്നതെന്നൊക്കെ ടീച്ചറിന് അറിയണ്ടേ? അപ്പോൾ ടീച്ചർ ഈ വരുന്ന വെനസ്ഡേ, കമ്മിങ് വെനസ്ഡേയില് ഒരു ടെസ്റ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. നമ്മുടെ അവർ ബേസിക് നീഡ്സ് പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. അവർ ബേസിക് നീഡ്സ് ആണ് ടെസ്റ്റ് പേപ്പർ. 27th വെനസ്ഡേ ആണ് ടെസ്റ്റ് പേപ്പർ. ഏത് ലെസൺ ആണ്? അവർ ബേസിക് നീഡ്സിന്റെ ടെസ്റ്റ് പേപ്പർ ആണ് 27th. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, all of you take your textbook. Please listen here. Page number 125. Okay, globe and maps. Term 2 ന്റെ ടെക്സ്റ്റ് ആണ്. Term 2 ന്റെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 125 ആണ്. ഓക്കെ, globe and maps. Listen here. The earth is a very big planet. It appears to be flat, but it is actually shaped like a ball, slightly flattened on two sides. That is why we cannot see the earth completely. Okay, എന്താണ്? The earth is a very big planet. എർത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്ലാനറ്റ് ആണ്. ബിഗ് പ്ലാനറ്റ് ആണ് എർത്ത്.
It appears to be flat, but it is actually shaped like a ball, slightly flattened on two sides. എങ്ങനെയാണ്? ഇതൊരു പരന്ന ഫ്ലാറ്റായിട്ടുള്ള ഷേപ്പാണ്, പരന്നതായി കാണപ്പെടുന്നു. പിന്നെ എന്താണ്? പക്ഷേ ഇത് യഥാർത്ഥത്തിൽ രണ്ട് വശങ്ങളിലായിട്ട്, ടു വശങ്ങളിലായി ഒരു ബോള് മെലിഞ്ഞ ആകൃതിയാണ്, ഷേപ്പാണ് നമ്മുടെ നമ്മുടെ എർത്തിനുള്ളത്. ദാറ്റ് ഈസ് വൈ വി കനോട്ട് സീ ദ എർത്ത് കംപ്ലീറ്റ്ലി. അതുകൊണ്ട് ഭൂമിയെ പൂർണ്ണമായി കാണാൻ കഴിയില്ല. അപ്പോൾ എർത്ത് ഈസ് എ വെരി ബിഗ് പ്ലാനറ്റ്. എർത്ത് ഏറ്റവും വളരെ വലിയ ഒരു ഗ്രഹമാണ്. പിന്നെ എന്താണ്? ഇത് പരന്നതായി കാണപ്പെടുന്നു. ഇറ്റ്സ് അപ്പിയർ ടു ബി ഫ്ലാറ്റ് ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഷേപ്പ് ലൈക്ക് എ ബോളിൻ്റെ ആകൃതിയാണ്, പരന്നതായി കാണപ്പെടുന്നു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ആക്ച്വലി എങ്ങനെയാണ്? രണ്ട് വശങ്ങളിലായി ഒരു പന്ത് എന്താണ്? ഫ്ലാറ്റൻഡായ ഷേപ്പിലാണിത് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ വി കനോട്ട് സീ ദ എർത്ത് കംപ്ലീറ്റ്ലി. അതുകൊണ്ട് നമുക്ക് ഭൂമിയെ പൂർണ്ണമായി കാണാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് ഗ്ലോബ്. എന്താണ് ഗ്ലോബ്? ദ ഗ്ലോബ് ഈസ് എ മിനിയേച്ചർ മോഡൽ ഓഫ് ദ എർത്ത്. ഗ്ലോബ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു ചെറിയ മിനിയേച്ചർ മോഡലാണ്, ഒരു ചെറിയ മാതൃകയാണ് ഗ്ലോബ്. ലൈക്ക് ദ പ്ലാനറ്റ് എർത്ത്, ഇറ്റ് ഈസ് ഷേപ്ഡ് ലൈക്ക് എ ബോൾ. When we look at a globe, we can truly see the way the world looks. എന്താണ് ഗ്ലോബ് എന്ന് പറയുന്നത്? എർത്തിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്, അതായത് ഒരു ചെറിയ മാതൃക ആണ്. ഇതൊരു പന്ത് പോലെ ആകൃതി. ഇതൊരു ഷേപ്പ് ലൈക്ക് എ ബോളിൻ്റെ ഷേപ്പാണ്. വെൻ വി ലുക്ക് അറ്റ് എ ഗ്ലോബ് വി ക്യാൻ ട്രൂലി സീ ദ വേ ദ വേൾഡ് ലുക്സ്. നമുക്ക് ആ ഗ്ലോബിലൂടെ എന്ത് കാണാൻ കഴിയും? നമ്മൾ കറക്റ്റായിട്ടുള്ള ഭൂമിയിലെ സ്ഥലങ്ങളെക്കുറിച്ചും അതിനെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നമ്മുടെ വേൾഡിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഗ്ലോബ് യൂസ് ചെയ്യാം. ദ ഗ്ലോബ് ഈസ് എ ബിഗ് ബോൾ ഫിക്സ്ഡ് ടു എ സ്റ്റാൻഡ് ഇൻ ടൈറ്റിൽ പൊസിഷൻ ആസ് ദ എർത്ത് ഈസ് ടൈറ്റിൽഡ് ഇൻ ഇറ്റ്സ് orbit. It shows the exact size, shape and location of places, continents and oceans as on the real earth. എന്താണ് ഗ്ലോബ് എന്ന് പറയുന്നത്? ബിഗ് ബോൾ ഫിക്സ്ഡ് ടു സ്റ്റാൻഡ്, അതായത് ഒരു ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ് നമ്മൾ ഗ്ലോബിലൂടെ കാണുന്നത്. ഗ്ലോബിലൂടെ നോക്കിയാൽ എന്തൊക്കെ അറിയാം? ഭൂമിയിലെ സ്ഥലങ്ങളുടെ, ഭൂഖണ്ഡങ്ങളുടെയും സമുദ്രങ്ങളുടെയും, ഓഷ്യൻസിൻ്റെയും ഭൂഖണ്ഡങ്ങളുടെയും കൃത്യമായ വലിപ്പവും, സൈസ്, എക്സാക്റ്റ് സൈസ്, ഷേപ്പ്, വലിപ്പവും ആകൃതിയും, പിന്നെ എന്തൊക്കെയാണ്? സ്ഥാനവും, പൊസിഷൻസും കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. We can learn about the rotation or spinning of the earth on its axis and about the occurrence of day and night with the help of a globe. പിന്നെ എന്തൊക്കെ അറിയാം? വി കാൻ ലേൺ. നമുക്ക് എന്തൊക്കെയുള്ള അറിവ് കിട്ടുന്നു? ഇവിടെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ, അതിൻ്റെ ആ റൊട്ടേഷൻ എങ്ങനെയാണ് അതിൻ്റെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നെ എന്താണ്? നൈറ്റും നൈറ്റ്, രാവും പകലുമുള്ള രാവും പകൽ എങ്ങനെയാണ് സംഭവിക്കുന്നതിനെക്കുറിച്ചും ഒരു ഭൂഗോളത്തിൻ്റെ സഹായത്തോടെ, നമ്മുടെ ഒരു ഗ്ലോബിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഗ്ലോബ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാമല്ലോ. ഗ്ലോബ് ഈസ് എ മിനിയേച്ചർ മോഡൽ ഓഫ് ദി എർത്ത്. നമ്മുടെ എർത്തിൻ്റെ ഒരു ചെറിയ മാതൃകയാണ് ഗ്ലോബ്. ലൈക്ക് പ്ലാനറ്റ് എർത്ത്, ഇറ്റ് ഷേപ്പ് ലൈക്ക് എ ബോൾ. അതെങ്ങനെയാണ്? നമ്മുടെ ഒരു ഗ്ലോബ് ഭൂമിയെ പോലെ തന്നെ എന്താണ്? ഒരു പന്ത് പോലെ ആകൃതിയാണ്, പന്തിൻ്റെ ഒരു ബോളിൻ്റെ ആകൃതിയിലാണ്. പിന്നെ എന്താണ്? ഭൂമിയിലുള്ള സ്ഥലങ്ങളുടെയും എക്സാക്റ്റ് സൈസും ഷേപ്പും ലൊക്കേഷൻ ഓഫ് പ്ലേസസും കോണ്ടിനെൻറ്റും ഓഷ്യൻസും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ഗ്ലോബ് വഴി കഴിയും. We can learn about the rotation or spinning of the earth on its axis and about the occurrence of the day and night with the help of a globe. പിന്നെ എന്താണ്? ഗ്ലോബ് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്?
ഫസ്റ്റ് വൺ നമ്മുടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നതിനെ കുറിച്ചും രാവും പകലും എങ്ങനെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ചുമൊക്കെ നമുക്കറിയാൻ ഗ്ലോബ് വഴി സഹായിക്കുന്നുണ്ട്. ഗ്ലോബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഭൂമിയിലെ സ്ഥലങ്ങളുടെയും ഭൂഖണ്ഡങ്ങളുടെയും സമുദ്രങ്ങളുടെയും ഒക്കെ ആകൃതിയും വലിപ്പവും എക്സാക്റ്റ് സൈസും ലൊക്കേഷൻ ഓഫ് പ്ലേസസും ഒക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഗ്ലോബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, imaginary lines. An imaginary line called the equator divides the globe equally as northern hemisphere and southern hemisphere. The horizontal lines drawn on a globe are called latitudes and the vertical lines are called longitudes. These imaginary lines help us to locate places on the globe accurately. A globe also helps us to know about directions. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, ഇമാജിനറി ലൈൻസ്, സാങ്കല്പിക രേഖ എന്ന് നമുക്ക് പറയാം. സാങ്കല്പിക രേഖ, imaginary lines. An imaginary line called the equator divides the globe equally as northern hemisphere and southern hemisphere. The horizontal lines drawn on a globe are called latitudes and the vertical lines are called longitudes. These imaginary lines help us to locate places on the globe accurately. The globe also help us to know about directions. Imaginary lines called the equator divides the globe equally as northern hemisphere and southern hemisphere. ഒരു സാങ്കല്പിക രേഖ, ഭൂമധ്യരേഖ എന്നറിയപ്പെടുന്ന ഒരു സാങ്കല്പിക രേഖ ഗ്ലോബിനെ വടക്കൻ അർദ്ധഗോളമായും നോർത്തേൺ ഹെമിസ്ഫിയറായും സൗത്തേൺ ഹെമിസ്ഫിയറുമായിട്ട് വിഭജിക്കുന്നു. ദ ഹൊറിസോണ്ടൽ ലൈൻസ് ഡ്രോ ഓൺ എ ഗ്ലോബ് ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്. പിന്നെ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ദ ഹൊറിസോണ്ടൽ ലൈൻസ് ഡ്രോൺ ഓൺ എ ഗ്ലോബ് ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ദി വെർട്ടിക്കൽ ലൈൻസ് ആർ കോൾഡ് longitude. Horizontal lines drawn on a globe are called latitudes and the vertical lines are called longitudes. These imaginary lines help us to locate places on the globe accurately. A globe also help us to know about directions. അപ്പോൾ the horizontal lines drawn on a globe are called latitude. എന്താണ്, ഒരു ഗ്ലോബിൽ ഭൂഗോളത്തിൽ വരച്ച ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. തിരശ്ചീന രേഖകളെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ലാറ്റിറ്റ്യൂഡ്സ്. ദെൻ അടുത്തെന്താണ്, ആൻഡ് ദി വെർട്ടിക്കൽ ലൈൻസ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡ്. വെർട്ടിക്കൽ ലൈൻസിനെ ലംബരേഖകളെ രേഖാംശ രേഖകൾ എന്ന് പറയുന്നു, ലോഞ്ചിറ്റ്യൂഡ്സ് എന്നും പറയുന്നു. ദിസ് ഇമാജിനറി ലൈൻസ് ഹെൽപ്പ് us to locate places on globe accurately. ഇമാജിനറി ലൈൻസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇമാജിനറി ലൈൻസ് ഭൂഗോളത്തിലെ നമ്മുടെ ഗ്ലോബിലെ സ്ഥലങ്ങളെ കൃത്യമായി കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു. കൃത്യമായിട്ട് ലൊക്കേറ്റ് ദ പ്ലേസസ്, കറക്റ്റ് പ്ലേസസ് ലൊക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഇമാജിനറി ലൈൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. എ ഗ്ലോബ് ഓൾസോ ഹെൽപ്പ് us to know about ഡയറക്ഷൻസ് അറിയാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. എ ഗ്ലോബ് ഓൾസോ ഹെൽപ്സ് us to know about ഡയറക്ഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും ഈ ഇമാജിനറി ലൈൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ പിക്ചർ നോക്കിയേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ച ഇമാജിനറി ലൈൻസിലെ നോർത്തേൺ ഹെമിസ്ഫിയറും സൗത്തേൺ ഹെമിസ്ഫിയറും ഇവിടെ കാണാൻ കഴിയും. നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്തേൺ ഹെമിസ്ഫിയർ, അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും കണ്ടോ, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. Okay, all of you look at the blackboard. Listen here. Please look here.
ടീച്ചർ ഹാർഡ് വേർഡ്സ് ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, ഗ്ലോബ്, ഓർബിറ്റ്, ഇക്വേറ്റർ, ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ്, ഡയറക്ഷൻസ്. ഗ്ലോബ്, G-L-O-B-E, globe. Next one, orbit, O-R-B-I-T, orbit. Next, equator, E-Q-U-A-T-O-R, equator. Latitudes, L-A-T-I-T-U-D-E-S, latitudes. Then longitudes, L-O-N-G-I-T-U-D-E-S, longitudes. Last word, directions, D-I-R-E-C-T-I-O-N-S, directions. This one you read ചെയ്യുവാണ്. Please listen here. Globe, orbit, equator, latitudes, longitudes, directions. Okay, അപ്പോൾ ടീച്ചർ ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ട് 27th Wednesday ആണ് our basic needs. Okay, all of you take your notebooks. Globe and maps. Globe and maps. Hard words ആണ്. Okay, first one, globe, orbit, equator, latitudes, longitudes, directions. Globe, G-L-O-B-E, G-L-O-B-E, globe. Orbit, O-R-B-I-T, orbit. Equator, E-Q-U-A-T-O-R, equator. Next one, latitudes, L-A-T-I-T-U-D-E-S, latitudes. Longitudes, L-O-N-G-I-T-U-D-E-S, longitudes. Directions, D-I-R-E-C-T-I-O-N-S, directions. Okay, for test paper 27th Wednesday, our basic needs. Then hard words നന്നായിട്ട് 5 times ലൈൻ ഒക്കെ ടച്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ.